കാസർഗോഡ് മഞ്ചേശ്വരത്ത് വാമഞ്ചൂരിൽ കാർ അപകടത്തിൽ 3 പേർ മരിച്ചു. ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ബായിക്കട്ട സ്വദേശികളായ ജനാർദ്ദന, വരുൺ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഒറ്റ അപകടം, അതിൽ 3 പേർ മരിച്ചു, ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ, ഈ ഒരു അപകടം ഉണ്ടായത് എങ്ങനെയാണ്, മാത്രമല്ല ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ള അയാളുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? അതുല്യ, ഇന്നലെ അർദ്ധരാത്രി 11 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള പാലത്തിൽ ഇടിച്ചാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ നിയന്ത്രണം വിട്ട കാർ ഈ പാലത്തിന്റെ കൈവരി 50 മീറ്ററോളം ഇടിച്ചു തകർക്കുകയായിരുന്നു. ഈ 3 പേരുടെയും മൃതദേഹം റോഡിൽ ചിന്നിച്ചെതറിയ രീതിയിലായിരുന്നു. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഉപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള രക്തനാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇയാളെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് ഇന്നലെ തന്നെ സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇന്നലെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ഈ മൃതദേഹം കൈമാറും. എന്തായാലും ഇന്നലെ അർദ്ധരാത്രി 11 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വളരെ ആഘാതമായിരുന്നു ഈ ഇടി കാരണം സൃഷ്ടിച്ചത്. എന്തായാലും കാറ് പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമുണ്ട്. ഈ ദേശീയപാതയുടെ പണി, ഈ 1ാം റീച്ചിലെ പണി ഏകദേശം പൂർത്തിയായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്ന ഒരു പ്രവണത കൂടി കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ ഭാഗത്ത് ഈ വെളിച്ചക്കുറവ് രൂക്ഷമാണ്. അവസാനവട്ട പണികളിൽ മാത്രമേ ഈ ലൈറ്റിംഗ് സംവിധാനം ഒക്കെ ഈ അധികൃതർ സ്ഥാപിക്കുകയുള്ളൂ. ഇതും വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മംഗലാപുരം ഭാഗങ്ങളിലൊക്കെ പോകാനിടയായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇതൊരു അപകടങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. കാരണം ഇത്തരത്തിൽ ഈ വെളിച്ചക്കുറവും വളരെ നവീകരിച്ച റോഡും ആളുകൾ വളരെ സ്പീഡിൽ വരുന്നതിന് കാരണമാകും. മാത്രമല്ല, ഈ കൃത്യമായി ഡിവൈഡറുകളിലൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചില ഭാഗങ്ങളിൽ പാലങ്ങൾ ഈ ആരംഭിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ്. കാരണം 4 വരിയിൽ നിന്ന് 6 വരിയിൽ നിന്ന് 2 വരിയിലേക്ക് 2 വരിയിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് യാത്രികർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും പോലീസ് നടപടികൾ സ്വീകരിക്കും. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. ദേശീയപാതയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതില്ല.